ഹലോ, ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു എരിവും മധുരവുമുള്ള ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ടാണ്. സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഴംപൊരിയാണ്, വേറെ ഒന്നുമല്ല. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് നമുക്ക് 4 മണിക്ക് സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്കും കൂടിയാണ്. അപ്പം നമ്മുടെ ഈ വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. നമുക്കിവിടെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് അരിപ്പൊടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ നമ്മുടെ മൈദ എടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് നമ്മുടെ ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എരിവുള്ള മുളക് പൊടി ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ബേക്കിംഗ് പൗഡർ. ആവശ്യത്തിനുള്ള ഉപ്പ്, 2-3 ഏലക്ക പൊടിച്ചത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിതൊന്ന് നമ്മുടെ പഴംപൊരിയുടെ മിക്സ് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബാറ്റർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇവിടെ എടുത്തേക്കണത് ഒരു 3 ഏത്തപ്പഴമാണ് എടുത്തേക്കണത്. നമുക്കിത് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ചെറുതാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. നമ്മുടെ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ പഴംപൊരി പൊരിച്ചെടുക്കാം. ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊന്ന് ചൂടായി വരട്ടെ. നമ്മളിവിടെ ബാറ്റർ നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു മഞ്ഞ കളർ പോലുള്ളൂ കേട്ടോ. നല്ല റെഡ് കളറായിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ മുളക് പൊടിൻ്റെ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്തുകൊണ്ടിട്ട് അതിൻ്റെ കളറാണ്. നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വരുന്നുണ്ട്. അരിഞ്ഞു വെച്ചേക്കണ പഴം നമുക്ക് നമ്മുടെ ബാറ്ററിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പം എണ്ണ ചൂടായതിലോട്ട് നമുക്ക് ഓരോ പഴംപൊരി നമ്മുടെ ബാറ്ററിൽ മുക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ചൂടായ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. തിരിച്ചും മറിച്ച് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. നമ്മളിപ്പോൾ തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണേ. നമ്മളിപ്പോൾ എരിവും മധുരമൊക്കെ ഉള്ളതുകൊണ്ടിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മൊരിഞ്ഞ് കരിഞ്ഞ് വരും. അപ്പോൾ ചെറിയ തീയിലിട്ട് കൊടുക്കണേന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള സ്പൈസി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇന്ന് എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ വരും, അതിൽ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പം ഞാനും ഇടുന്ന ഓരോ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്.
അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.